ഹലോ ഗായ്സ്, വെൽക്കം ടു മലയാളീസ് വ്ളോഗ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വേലയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്താണ് ഇവരൊക്കെ ഈ കരിവേഷം കെട്ടി നടക്കുന്നത് എന്ന് ഒരു ചോദ്യം നിങ്ങളിൽ നിന്നുണ്ടാവും. അപ്പോൾ വേറൊന്നുമല്ല, ചിലപ്പോൾ ചിലർക്കൊക്കെ അറിയുന്നുണ്ടാവും കേട്ടോ. അതായത് സാധാരണയായിട്ട് കരിവേഷം കെട്ടിയിട്ട് ഇറങ്ങാറുണ്ട് വേല ദിവസം രാവിലെയൊക്കെ. ഈ ദേവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചടങ്ങാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കമ്മിറ്റിക്കാരും പിന്നെ നമ്മുടെ ഈ പ്രദേശത്തെ കുട്ടികളും എല്ലാവരും കൂടി ചേർന്നിട്ട് അവർ കരിവേഷം കെട്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അവർ ആദ്യം ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട്, ആ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് അവർ വീഡിയോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ നേരത്തെ എഴുന്നേറ്റിട്ട് ഇവർ കരിവേഷം കെട്ടാൻ വേണ്ടി നേരത്തെ പോകണമല്ലോ, അപ്പോൾ അതുകൊണ്ട് കുളിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. അപ്പോൾ അനിലേട്ടനും കുട്ടികളും എല്ലാവരും കുളിച്ചിട്ട് കരിവേഷം കെട്ടാൻ വേണ്ടി രാവിലെ പോയി. ഞാനാണെന്ന് രാവിലെ എല്ലാ പണികളും വേഗം തീർത്ത് വെച്ചു, കാരണം വേലയ്ക്ക് തിരക്ക് വരുന്നതിന് മുമ്പേ. ഇന്നാണെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും വരുന്നുണ്ട്, അവർ ഫുഡ് കഴിക്കാനൊക്കെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ വരുന്ന ദിവസമാണ്, അപ്പോൾ അതെല്ലാം റെഡി ആക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയുള്ള തിരക്കിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവരിതാ കാവിൽ പോയിട്ട് അവിടെ നിന്നിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഇപ്പോൾ കാണുന്നത്, കാവിൽ നിന്നിട്ടുള്ള കളിയാണ്. അനിലേട്ടനും കുട്ടികളും വരുമ്പോഴേക്കും ഞാനിതാ വേഗം ചിക്കനൊക്കെ റെഡിയാക്കി വെച്ചു. അതുപോലെ തന്നെ ഗീ റൈസാണ് നമ്മൾ ഉണ്ടാക്കിയത്, ഗസ്റ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്. ഗീ റൈസും ചിക്കനും ആയിരുന്നു. പണിയൊക്കെ ഏകദേശം റെഡിയായി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ടീച്ചേഴ്സ് എത്തി. ഏകദേശം ഉച്ചയായല്ലോ, അപ്പോൾ ഒരു 12:30 ടൈം ആയപ്പോഴേക്കും അവർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് നേരത്തെ ഇറങ്ങുമായിരുന്നു വേല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അമ്പലത്തിൽ കയറാൻ ഓരോ ടൈം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നേരത്തെ ആയതുകൊണ്ട് നേരത്തെ ഇറങ്ങും. അപ്പോൾ നമ്മുടെ വൈസ് പ്രിൻസിപ്പൾ നന്നായി പാട്ട് പാടുമ്പോൾ എല്ലാവരും പറഞ്ഞു പാട്ട് പാടുക പാടുക കേട്ടോ. അങ്ങനെ കുറച്ചു നേരം അവരുടെ കൂടെ സന്തോഷമായിട്ട് ഇരുന്നു. അങ്ങനെ അവർ വേഗം പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ബ്ലോക്ക് ആവും, അതുകൊണ്ട് തന്നെ അവർക്ക് കുറേ ദൂരം എത്താനുള്ളതല്ലേ. അപ്പോൾ വേഗം അവർ പോയി, അധികം നേരം നിന്നില്ല. അപ്പോഴേക്കും നമ്മുടെ ബാൻഡ് സെറ്റുകാർ വന്നിട്ട് അവിടെ കൊട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടുത്തുള്ള ചേച്ചിമാർ എല്ലാവരും നമ്മുടെ വീടിൻ്റെ മുന്നിലായിട്ട് വന്ന് നിൽക്കുക അത് കാണാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ വീടിൻ്റെ മുന്നിലാണ് ഈ പരിപാടി നടക്കുന്നത്. ഇവർ കൊട്ടാൻ തുടങ്ങിയപ്പോഴേക്കും തെയ്യം കലാരൂപമൊക്കെ ഏകദേശം റെഡിയായിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ കമ്മിറ്റിയുടെ വകയായിട്ട് ബാൻഡ് സെറ്റിൻ്റെ ഒപ്പം തന്നെ തെയ്യം ഉണ്ടായിരുന്നു കേട്ടോ. കമ്മിറ്റി എന്ന് പറയല്ലാതെ കമ്മിറ്റിയുടെ പേര് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പം നമ്മുടെ കമ്മിറ്റിയുടെ പേര് യങ് മെൻസ് എന്നാണ്. അങ്ങനെ നമ്മുടെ കുതിരേനെ അവിടെ നിന്ന് എടുക്കുന്നതാണ് ഇപ്പോൾ ഈ കാണുന്ന. എല്ലാവരും കൂടിയിട്ട് ആർപ്പ് വിളിയോട് കൂടി മുകളിലേക്ക് ഉയർത്തി നമ്മുടെ കുതിരേനെ അവിടെ നിന്ന് എടുക്കുകയാണ്. ഇനി റോഡ് വഴി ചുറ്റി നേരെ നമ്മുടെ കാവിലേക്ക് പോവും. അപ്പം അതിൻ്റെ കൂടെ തന്നെ കുറേ പേരൊക്കെ അതിൻ്റെ കൂടെ പോവും. അപ്പോൾ നമ്മൾക്ക് അങ്ങനെ പോകാൻ പറ്റില്ല, കാരണം നമുക്ക് വീട്ടിലെല്ലാം അങ്ങനെ പെട്ടെന്ന് ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് വീട്ടിൽ വന്ന് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ റെഡി ആയതിൻ്റെ ശേഷമാണ് നമ്മൾ പോകാൻ റെഡിയായത്. കുട്ടികളൊക്കെ വേല കമ്മിറ്റിയുടെ കൂടെ പോയി. അങ്ങനെ ഞങ്ങളുടെ ഡ്രസ്സ് ഇതാണ് കേട്ടോ. ഞങ്ങളുടെ യൂണിഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാർക്ക് ഗ്രീൻ ആയിരുന്നു. അപ്പോൾ ഒരേപോലത്തെ വേണമെന്നില്ല, ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള ഡ്രസ്സ് മതി. അപ്പോൾ അതാണ് ഞങ്ങളെടുത്ത്. നമ്മുടെ ഫ്രണ്ട് വിനി ഉണ്ട് കേട്ടോ കൂടെ, എൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ അതാ പോകണു. അവർക്കൊന്നും മുഖം കാണിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവരിങ്ങനെ നടന്നു പോവാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്റ്റോപ്പ് എത്തിയപ്പോഴേക്കും നമ്മുടെ കമ്മിറ്റിക്കാരും അതുപോലെ തന്നെ നമ്മുടെ ബാൻഡ് സെറ്റും എല്ലാം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എല്ലാവരും കളിക്കാനായിട്ട് തുടങ്ങി. എല്ലാവരും നല്ല വൈബിലായിരുന്നു. കൊട്ടിനനുസരിച്ചിട്ട് ഭയങ്കര ഡാൻസ് ആയിരുന്നു. എല്ലാവരും കുട്ടികളും വലിയവരും എല്ലാവരും കൂടിയിട്ട് ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ സ്റ്റോപ്പിൽ വെച്ചിട്ട്. കുട്ടികളൊക്കെ ഫുൾ എനർജറ്റിക് ആയിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ ആദൂട്ടൻ്റെ ഡാൻസ് കണ്ടു, ഇതാ കൂളിംഗ് ക്ലാസ് ഒക്കെ വെച്ച് കളിക്കുന്ന നമ്മുടെ ആദൂട്ടനാണ്. അവൻ അടിപൊളിയായിട്ടുള്ള പെർഫോമൻസ് ഒക്കെ ആയിട്ട് അവിടെ കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. അവൻ്റെ കൂടെ അവൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, നബി, ശ്രീകുട്ടി, അപ്പു എല്ലാവരും ഉണ്ട് കേട്ടോ. അവരുടെ ടീം എല്ലാവരും കൂടിയിട്ട് അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴേക്കും ഇരുട്ടാവാൻ തുടങ്ങി. അപ്പോഴേക്കും ഓരോ കമ്മിറ്റിക്കാരുടെ വേലകൾ വരാൻ തുടങ്ങി. ഒരു 10-28 കമ്മിറ്റിക്കാരുണ്ട് കേട്ടോ വേലകളായിട്ട്. അപ്പോൾ അതൊക്കെ വരാൻ തുടങ്ങി, തിരക്ക് കൂടാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ ഏകദേശം കാവുപറമ്പ് എത്തിയപ്പോൾ നല്ലൊരു അടിപൊളി പെർഫോമൻസ് അവിടെയും നമ്മൾ കാഴ്ചവെച്ചു കേട്ടോ. പിന്നെ അവിടെ വേറെ ഒരു കമ്മിറ്റിക്കാരുടെ ഒരു ബാൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ബാൻഡ് സെറ്റിൻ്റെ പേര് വോയിസ് ഓഫ് പാലക്കാടായിരുന്നു. അപ്പോൾ അവരുടെ കൈരളി ചാലക്കുടിയായിരുന്നു. അപ്പോൾ രണ്ടും കൂടി ഏകദേശം ഒരു മത്സരക്കൊട്ടൊക്കെ അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഏകദേശം. പക്ഷേ എനിക്ക് പേടി വേറെ ഒന്നല്ല, നമ്മുടെ കുട്ടികൾ അതിൻ്റെ ഇടയിലുണ്ടല്ലോ, അപ്പോൾ അവരെങ്ങാനും വഴിതെറ്റിപ്പോകും എന്നുള്ളൊരു പേടിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ആവശ്യം വന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിലേട്ടനും അവരുടെ ഫ്രണ്ട്സും അതുപോലെ തന്നെ കമ്മിറ്റിയിലുള്ള എല്ലാവരും നല്ല കെയറിങ് ആയിരുന്നു കേട്ടോ. കുട്ടികളെ എവിടെയും പോകാണ്ട് വളരെയധികം ശ്രദ്ധിച്ചിരുന്നു അവർ. അങ്ങനെ നമ്മുടെ ഭഗവതിയുടെ തിരുമുമ്പിൽ നമ്മുടെ വേല എത്തിയിട്ടുണ്ട്. അവിടെയുള്ള പെർഫോമൻസാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി സോങ്സ് ഒക്കെയാണ് കേട്ടോ അവർ കൊട്ടിയിട്ടുണ്ടായിരുന്നത്. അതനുസരിച്ചിട്ട് എല്ലാവരും ഡാൻസ് കളിച്ചു. ഞാനും ഉണ്ടായിരുന്നു കേട്ടോ ഡാൻസ് കളിക്കാൻ. അതിൻ്റെ ഇടയിൽ ഞാനും ഉണ്ട്. എല്ലാവർക്കും തോന്നും എന്തപ്പോൾ ഈ വേലയ്ക്ക് ഇത്ര പ്രത്യേകത ആണ്. പക്ഷേ ഇവിടുത്തെ നാട്ടുകാർ അവരുടെ വേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഉത്സവമായിട്ടാണ് അവർ കൊണ്ടാടുന്നത്. അതായത് പല രാജ്യങ്ങളിലേക്കും ജോലിക്കും വിദ്യാഭ്യാസത്തിനുമായിട്ടുള്ള പോയ ഒരുപാട് പേരുണ്ട് കേട്ടോ. അവരൊക്കെ ഈ വേലയ്ക്ക് തിരിച്ച് നമ്മുടെ നാട്ടിലെത്തും. അവർ ഈ വേലയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ചിലപ്പോൾ 1 വീക്കിൻ്റെ ലീവൊക്കെ എടുത്തിട്ടാണ് ഇവിടേക്ക് വരുന്നത്. അപ്പോൾ അതിൽ വരാൻ പറ്റാത്തവരുണ്ട്. കാരണം ഗൾഫിൽ യുദ്ധം നടക്കുന്നതുകൊണ്ട് കുറേ പേർക്ക് വരാൻ പറ്റിയിട്ടുമില്ല കേട്ടോ.
ഇത് കഴിഞ്ഞതിന് ശേഷം സ്റ്റേജിൽ ഒരു മികച്ച പ്രകടനം ഉണ്ടായിരുന്നു. നമ്മുടെ ബാൻഡ് സെറ്റുകാരും അതിനോടൊപ്പം തന്നെ നാദസ്വരക്കാരും കൂടിയിട്ടുള്ള ഒരു ജോയിൻ്റ് ആയിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു അവർ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ ആ കൊട്ട് കേട്ടിട്ട് താഴെ നിൽക്കുന്ന എല്ലാവരും ഫുള്ള് ഡാൻസായിരുന്നു. വേല നമ്മുടെ കാവ് കയറുന്ന സമയത്ത് നമ്മുടെ കമ്മിറ്റിക്കാരുടെ വക വെടിക്കെട്ട് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് കേട്ടോ എൻ്റെ വേലയുടെ ഡ്രസ്സ് ഉണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അന്ന് വേലയുടെ ഡ്രസ്സ് എടുക്കാൻ പോണത്. ഗ്രീൻ ആയിരുന്നു. പിന്നെ നമ്മുടെ കുട്ടികളുടെയൊക്കെ ഡ്രസ് കോഡ് ഇതായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ഏകദേശം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ പതുക്കെ വേലപ്പറമ്പിൽ നിന്നാണ് പോകുന്നു. കുട്ടികൾക്ക് കുറച്ച് ടോയ്സും കുറച്ച് പൊരിയും ഒക്കെ വാങ്ങിച്ചിട്ട് ഞാനും അനിലേട്ടനും കുട്ടികളും പിന്നെ നമ്മുടെ അനിലേട്ടൻ്റെ കൂട്ടുകാരൻ്റെ വൈഫും കുട്ടികളും എല്ലാവരും കൂടിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വേലയുടെ വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചെറിയ വിശേഷങ്ങളാണ് ഞാൻ ഈ ചാനലിലൂടെ പങ്കുവയ്ക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.